ഹലോ മക്കളെ, നിങ്ങളെ പ്രിയപ്പെട്ട ശ്രീമത് സാറും ഫസൽ സാറും വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തില്ല സാറേ? അതായത് ആ വീഡിയോന്റെ കമന്റിൽ വന്ന കുറെ കമന്റിനുള്ള മറുപടി എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ആ വീഡിയോ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടായിരിക്കാം. അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ് 2024 SLC റിസൾട്ട് ഇപ്പൊ വന്നു എഴുതിയ കുട്ടികളുടെ. ആ റിസൾട്ട് വളരെ വൻ വിജയമാണ്. 71,000-ഓളം കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. ഇനി ഫുൾ A+ ഉണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് റീവാലുവേഷൻ കഴിയുമ്പോൾ. എനിവേ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കാത്തവരാണ് ഇവിടെ നമുക്ക് നമ്മുടെ ആ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നത്. ഒന്നവരും രണ്ടാമത് നമ്മൾ എന്താണ് വീഡിയോയിൽ കംപ്ലീറ്റ് പറഞ്ഞത് എന്ന് കേൾക്കാതെ എന്തോ ആദ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ആളുകളും. ഓക്കെ, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ആരോട്? SSLC 2025 പരീക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന മക്കളാണെങ്കിൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് അടിച്ചോ. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും അവസാനം വരെ. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും തന്ന് എല്ലാ ക്ലാസ്സുകളും തന്നിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഗൈഡായിട്ട് എന്നും ഏഗൺ ഉണ്ടായിരിക്കും. ഏഗൺ ലേണിംഗ് ആപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ടൈറ്റൻസ് ബാച്ചും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എനിവേ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവരോട് പറയാനുള്ള കുറച്ച് ആദ്യം നമുക്ക് കമന്റ്സ് ജസ്റ്റ് നോക്കാം. ഓക്കെ മാഷേ, നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ഐശ്വര്യമായിട്ട് ഒന്നാമതോട് വായിക്കാം. ഒരിക്കലും ഈ പറഞ്ഞത് ശരിയല്ല, ഒരു ലൈക്ക് പോലും തരില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെട്ട മാത്രം ചെയ്യാനാ പറഞ്ഞത്. ആവശ്യമില്ല കിടക്കട്ടെ, ബാക്കി പറയും. ഇവിടെ ഇത് നമ്മൾ കുറെ കണ്ടതാണ്. പേടിപ്പിക്കരുത്. എടാ, നിങ്ങൾ പേടിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് പിന്നെ ഇതിലേക്ക് പോസിറ്റീവ്സ് ആണ്. നമുക്ക് നെഗറ്റീവ് എന്ന കുറച്ചെണ്ണം വായിക്കാം. ഡിയർ ജൂനിയേഴ്സ്, നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. ഇങ്ങനെ എല്ലാ വർഷവും വരുന്ന അപ്ഡേറ്റ്സ് തന്നെയാണ്. ഇത് എല്ലാ വർഷവും വരുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ പഠിക്കുക. ഇഗ്നോർ ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ് എന്നാണ് പറയുന്നത്. അത് നമ്മളും പറഞ്ഞിരുന്നു ആ വീഡിയോ അവസാനം. നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ പഠിച്ചോളി, ബാക്കി ഞങ്ങൾ ചെയ്തു. അത് നല്ല കാര്യമാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ശരിയില്ല, പക്ഷെ അതിന്റെ അവസാന പാർട്ടും ശരിയല്ല. ശ്രദ്ധിക്കണം. ഇനിയുണ്ട്. വെറുതെ ഓരോന്ന് പറയല്ലേ. അടുത്ത തവണ SLC ആരും പരാജയപ്പെടില്ല. എല്ലാവരും അത് ഭൂലോക ബ്ലണ്ടറാണ്. ഈ പോലെ പോവാണ്. വെറുതെ കുട്ടികളെ ടെൻഷൻ ആക്കുന്ന പരിപാടി ഉണ്ടാക്കുന്ന നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു മറുപടി ഞാൻ പറയില്ല. എനിക്കും പറയാനില്ല. കാരണം ഇത് മക്കളെ ആലോചിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം കമന്റ് ബോക്സിൽ എനിക്ക് ചിരിയാ വന്നത്. കാരണം ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. വെറുതെ വന്നിട്ട് എന്താണ് തമ്പ് കണ്ടപ്പം പണി കിട്ടും എന്ന് പറഞ്ഞാൽ പണി കിട്ടിയിരിക്കും. അത് ഉറപ്പാണ്. ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് അതിലേക്ക് എടുത്ത് ചാടുന്നവര്. നല്ല കമന്റ്സ് ഒരുപാട് വന്നു വീഡിയോ അവസാനം വരെ. അവര് പറഞ്ഞ കാര്യം എന്താ അറിയാം? സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. കാരണം നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ കൂട്ടാൻ കുറയ്ക്കാൻ അറിയാത്ത ആൾക്കാർ വരെ ഉണ്ട്. അത് നമ്മളെ പറയേണ്ട കാര്യമില്ല, നിങ്ങളെ പറയേണ്ട കാര്യമില്ല. വന്നൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണത്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ജയിക്കാൻ വരെ യോഗ്യതയില്ലാത്ത ആൾക്കാരുണ്ട് SLC ഇല്ലെന്ന് പറയുന്നില്ല. അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്താൽ മുന്നിലെത്താൻ പറ്റും. എല്ലാവരും പാസ്സാവുന്ന കാണുമ്പോൾ അവർ വർക്ക് ചെയ്യില്ല, എങ്ങനെയെങ്കിലും പാസ്സായ മതി എന്നാവും. ഈ സിസ്റ്റം വന്നാൽ എല്ലാവരും ഇരുന്ന് പഠിക്കുകയും ചെയ്യും. നമ്മളുടെ വിജയ ശതമാനം നന്നായിട്ട് കൂടും. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? മുന്നോട്ട് ക്വാളിഫൈഡ് ആവും. എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂടും. അതിന് നമുക്ക് ആവശ്യം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, പക്ഷേ കഴിഞ്ഞ വർഷം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറഞ്ഞിരുന്നു? ഇല്ല. പിന്നെ ഇതെന്താ ഈ കമന്റ്? 2023 SLC റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഇത്തവണത്തെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞു. അപ്പം അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാല്ലേ? ഒന്ന് കണ്ടോട്ടെ. പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം 30% മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം. അതായത് 40 മാർക്കിന്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും 12 മാർക്കും 80 മാർക്കിന്റെ എഴുത്തു പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിന് 24 മാർക്കും നേടിയിരിക്കണം. അപ്പം നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് കണ്ടല്ലോ. ഇവിടെ എന്താ പറഞ്ഞത്? വിദ്യാഭ്യാസം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 80 മാർക്കിന്റെ പരീക്ഷയിൽ 24 മാർക്ക് നേടണം, എന്നാലേ പാസ്സാകത്തുള്ളൂ. 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 12 മാർക്ക് എഴുതി വാങ്ങണം. പാസ്സുള്ളൂ. അത് മുപ്പര് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതാണോ? ഫസൽ പറഞ്ഞതാണോ? അല്ല. ശ്രീമത് സാർ പറഞ്ഞാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ന്യൂസ് റിപ്പോർട്ടായിട്ട് വന്നു, പബ്ലിക് ആയിട്ട് ലൈവില് പറഞ്ഞു, എല്ലാ പേപ്പറിലും അത് റിപ്പോർട്ടായിട്ട്. നിങ്ങൾ പത്രം വായിക്കാത്തത് ന്യൂസ് കാണാത്തത് നമ്മുടെ പ്രശ്നം. ഇനി എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ കമന്റ് ചെയ്തവരോട് ചോദ്യം എന്താ പറയാ? നിങ്ങൾ മനുഷ്യരാണോ എന്നുള്ള എന്റെ ചോദ്യം. ഓക്കെ, ഇങ്ങനെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിങ്ങളാണോ മനുഷ്യൻ, അല്ല ഞങ്ങളാണോ മനുഷ്യൻ എന്നുള്ളതാണ് ഇതിനുള്ള ചോദ്യം. ഞങ്ങൾ
പറഞ്ഞത് ഇനി ഒരു കുട്ടി പാസ്സാവണം എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് നേടണം എന്നാ പറയുന്നത്? ഒരു കുട്ടി 30% മാർക്ക് നേടണം എന്ന് നമ്മൾ പറഞ്ഞു മാഷെ. ഇതാ നമ്മൾ പറഞ്ഞത്. അതായത് 24 മാർക്ക് എഴുതി നേടണം. അത് സാർ ഇതൊക്കെ നമ്മൾ പണ്ടേ നേടിയതാ? ഇല്ല. പണ്ട് നിങ്ങൾക്ക് വെറും 10 മാർക്ക് കിട്ടിയാൽ പാസ്സാവും. 80-ൽ 10 മാർക്ക് കിട്ടിയാൽ പാസ്സായിരുന്നു. 40-ലാണെങ്കിൽ വെറും 5 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാകുമായിരുന്നു. നിങ്ങൾ D+ കിട്ടി പാസ്സാവും. ഇവിടെയും D+ കിട്ടി പാസ്സാവും. ഇപ്പോൾ നിങ്ങൾക്ക് D+ ഇല്ല. D+ കിട്ടിയാൽ തോറ്റു എന്നാണ് അർത്ഥം. കാരണം 24 മാർക്ക് നേടിയ ഒരു കുട്ടിയും 24+20 വരുമ്പം ആ കുട്ടിക്ക് 44 മാർക്കാവും. 44 ഗോസ് ടു C ഗ്രേഡ്. അത് C ഗ്രേഡാ. പാസ്സാവാൻ ഇനി C ഗ്രേഡായിട്ട് മാറും. ഈ സിസ്റ്റം വന്നാൽ ഇത് നിങ്ങൾ മാറുകയാണെങ്കിലോ അതും ഏകന്റെ ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ വരും. ഇത് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയല്ലേ? നമ്മളെ വിശ്വസിക്കുന്ന കുട്ടികള് നല്ല കമന്റുകളാട്ടോ ആണ്. അതിൽ ഒരു 90% നല്ല കമന്റും ഒരു 10% ആൾക്കാരാണ് ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ വന്നിട്ട് പറയുന്നത്. അപ്പൊ അതിലെന്താ അറിയോ, മറ്റുള്ള കുട്ടികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. തെറ്റിദ്ധരിക്കപ്പെടരുത്. അത് ഒഴിവാക്കാനാണ് ഞങ്ങൾ ഇതുമായിട്ട് വന്നത്. ഇനിയൊരു കാര്യം കൂടി ഞങ്ങൾ പറയാണ്. പക്ഷേ A+കാരെ ഇത് ബാധിക്കോ, അല്ലെങ്കിൽ അത് A+ ആഗ്രഹിക്കുന്നവരെ ബാധിക്കോ? നല്ലൊരു ചോദ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ വേണമെങ്കിൽ പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരും. അവർ കമന്റ് ചെയ്യട്ടെ. ആരെയാണ് ഇത് ബാധിക്കുക, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ അത് അറിയാൻ? ഇത് ആരൊക്കെ ബാധിക്കും എന്നുള്ള ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. പക്ഷെ എല്ലാ മക്കളും ആഗ്രഹിക്കുന്നല്ലേ ഫുൾ A+ നേടാന്നുള്ളത്? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കും, നമ്മുടെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മക്കള്. ആ മക്കളോട് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അടിയിൽ കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ എന്തായാലും ഞങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഒരു സംശയം വേണ്ട. A+ എണ്ണം കൂടോ കുറയോ അല്ലെങ്കിൽ A+ കുറയ്ക്കോ സംതിങ് എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾ അത് വിശദമായിട്ട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഈവൻ വീട്ടിൽ ഉറപ്പിച്ചു വരാം. ഏകൻ ആരുടെ കൂടെയാ? മക്കളെ കൂടെയാണ്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അതല്ലേ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇതിന്റെ കൂടെ മാഷ ഒരു കാര്യം പറയാന്ന് വെച്ചാല്, പല കുട്ടികളും വിഷമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഈ വിഷമിക്കാതിരിക്കാനാണ് ഞങ്ങള് ശരിക്കും നിങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുണ്ട്. ഞങ്ങൾ ഏകനുള്ളപ്പോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനിയിപ്പോ ഇനി ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ ഏകന്റെ ബാച്ചിലേക്ക് ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പൊ ആ നമ്പർ 9207100600 എന്നുള്ള ഈ നമ്പറിൽ ജസ്റ്റ് ഒരു വിളി അങ്ങ് വിളിച്ചാൽ മതി. നമ്മുടെ ടൈറ്റൻസ് ബാച്ചിലേക്ക് ഇങ്ങോട്ട് കയറുക, നമ്മളെ കൂടെ ഇരുന്ന് പഠിക്കുക. ഞങ്ങൾ ആദ്യം കൊടുത്ത ഫൗണ്ടേഷൻ ക്ലാസ്സാ, ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാണ്. എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, വേണ്ട എല്ലാം അവിടെ കിട്ടും. ഏകന്റെ ആപ്പിലേക്ക് നേരെ പോലെ ടൈറ്റൻ ആയിട്ട് മാറും. ഓക്കെ, ഇതിന്റെ പുറമെ ഫ്രീ വീഡിയോസ് ആയിട്ടില്ല, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ വേറെ വരുന്നുണ്ട്. അത് വേറെ വരുന്നുണ്ട്. പിന്നെ നീറ്റിന്റെ, അതുപോലെ JEE-ന്റെ, അതുപോലെ UPSC ഒക്കെ ഫൗണ്ടേഷൻ ക്ലാസ്സിലൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോവാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം താഴെ പറഞ്ഞോ. നിങ്ങൾക്ക് ഫുൾ A+ ഇത് ബാധിക്കോ, അല്ലെങ്കിൽ ആവറേജ് വരെ ബാധിക്കോ, ആരെയാണ് ഇത് ബാധിക്കുക, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ പോവാണ്. പക്ഷേ പറഞ്ഞല്ലോ. താങ്ക് യു, ബൈ, സീ യു.